വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിച്ചണായിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം മുന്നേ കുറച്ച് പാൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം അങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു കുക്ക് വെയർ അല്ല ഇത്. നമുക്ക് അത്യാവശ്യം തോരനൊക്കെ വെക്കാനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മുട്ട ചിക്കിയതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണിത്. അപ്പം അത്യാവശ്യമായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണിത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിത് ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ പിടിയൊക്കെ ആണെങ്കിലും ഇപ്പോഴും അങ്ങനെ ചില പിടിയൊക്കെ ആണെങ്കിൽ ഊരി വരും. അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ ഒരു നോൺ സ്റ്റിക്ക് കുക്ക് വെയറിന് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അധികം ഉരച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പം ദീപം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഈ ഒരു കുക്ക് വെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രീമിയം നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ഇൻഡക്ഷൻ ബേസ് കുക്ക് ആൻഡ് സെർവ് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അപ്പം വാറണ്ടി കാർഡും അതേപോലെ ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് 3 millimeter ആണ്. അപ്പം 3 കോട്ടുള്ള നോൺ സ്റ്റിക്ക് ലെയറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ 2 mm ഒരു ഇനാമൽ കോട്ടിങ്ങും വരുന്നുണ്ട്. അപ്പം LPGയിലും അതുപോലെ ഇൻഡക്ഷൻ കുക്കറിലും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവരുടെ തന്നെ വേറെ കുറേ നോൺ സ്റ്റിക്ക് കുക്ക് വെയറിൻ്റെ ഡീറ്റെയിൽസ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year വാറണ്ടിയാണ് വരുന്നത്. അപ്പം നമുക്കങ്ങനെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുമ്പം അങ്ങനെ ഒരയുന്ന ടൈപ്പ് അല്ലാത്ത ടൈപ്പ് സ്ക്രബ്ബർ യൂസ് ചെയ്യുക. നമുക്ക് കഴുകാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ പറ്റി പിടിച്ചിരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ താഴത്തെ പോർഷൻ വരുന്നത്. ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ഭാഗമൊന്നും അങ്ങനെ പോവോ അങ്ങനത്തെ ഇനാമൽ പോവോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പോഴും എക്സ്റ്റീരിയറും അതുപോലെ ഇൻറ്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായം പറയാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ എൻ സ്ക്രീനിലെ ആ ബട്ടണിലെയും വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക്